സതീഷ് ബ്രദറെ സംഭവിക്കുന്നത്? ഈ സിസ്റ്റർ കോതമംഗലത്ത് നിന്ന് വരികയാണ്. സിസ്റ്റർ പറഞ്ഞ സിസ്റ്ററിന് യൂറിൻ പോകുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വന്നപ്പോഴും സിസ്റ്റർ ആദ്യം പാടി ആരാധിച്ചപ്പോൾ യൂറിൻ ലിറ്ററലി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര നാളായി? 8 മാസത്തോളം. മൂന്നാമത്തെ മകന്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് അസുഖം ഉണ്ടായിരുന്നു. യൂറിൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഡെലിവറിയെ തുടർന്നാണോ സംഭവിച്ചത്? അതെ, ഡെലിവറിയെ തുടർന്ന്. ഇവിടെ വരുമ്പോഴോ പ്രയാസം ഉണ്ടായിരുന്നു? ഇവിടെ വന്ന പാട്ടുപാടി ആദ്യത്തെ ആരാധനയുടെ സമയത്ത് ഞാൻ തുള്ളി ചാടിയപ്പോഴും എൻ്റെ കാലിൽ കൂടി യൂറിൻ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തേ. അപ്പോൾ യേശുവേ എന്ന് വിളിച്ച് വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വലതുകരം എൻ്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഒരു അതിശക്തമായ ഒരു ബലമുള്ള കരം എൻ്റെ വയറ്റിൽ തൊടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ വയറിനെ അമർത്തുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ 5 മിനിറ്റോളം അവിടെ നിന്ന് ചാടി നോക്കി. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത് കേട്ടിട്ട് നമുക്ക് എങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? സിസ്റ്ററിന് ഇതിന് ട്രീറ്റ്മെന്റ്സോ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഭർത്താവിനോട് ഇത് പറയുന്നത് തന്നെ. അമ്മ എന്നോട് കോട്ടയത്തിന്, എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്, അപ്പൊ കോട്ടയത്തിന് 31-ാം തീയതി. ലജ്ജിക്കാതെ കാര്യം സഹോദരി പട്ടണത്തിന് നടുക്കത് വിളിച്ചു പറഞ്ഞെങ്കിൽ നിന്നെ എന്റെ കർത്താവ് മാനിച്ച വിടുത്തും. ഈ രോഗസൗഖ്യം മാത്രമല്ല, ഇനിയും എന്റെ കർത്താവ് മാനിക്കും. എല്ലാ കൈകളും നീട്ടിക്ക് യേശുവിന്റെ നാമത്തിൽ. ഈ മകളെ ഞങ്ങൾ അനുഗ്രഹിക്കുക കർത്താവേ. നീ വിടുവിച്ചല്ല കർത്താവേ. ഈ മകൾ അനേകർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇൻ ജീസസ് നെയിം. ഈ സൗഖ്യം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ 100 കണക്കിന് പേര് ഇന്ന് ഇവിടെ വന്ന് യേശുവേ എന്ന് വിളിച്ചപ്പോൾ ദൈവദാസൻ ഇവിടെ പറഞ്ഞു നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടെന്ന്. ആൾക്കാർക്ക് ചോദിക്കുക എവിടെ ക്ഷമിക്കപ്പെട്ടോ, എങ്ങനെ അറിയുന്നേ? അതറിയാനാ ഇത് കർത്താവ് തെളിയിച്ചു. അവരുടെ പാപങ്ങളെ ക്ഷമിച്ച അതേ കൈ ഈ മകളെ തൊട്ട് സൗഖ്യമാക്കുന്നതിനായി കരമടിച്ചുകൊണ്ട് ഈ സിസ്റ്റർ ഇവിടെ ഞങ്ങളുടെ കൂടെ നൃത്തം ചെയ്തപ്പോൾ ഒരു വചനം എൻ്റെ ഉള്ളിൽ ഓർമ്മ വന്നു. ഒരിക്കൽ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോവുക, പക്ഷെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ തരും. നിങ്ങൾ പട്ടണം വിട്ടു പോകരുത്. നിങ്ങൾ മുക്കുവന്മാരാ, പക്ഷേ ഈ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ രാജ്യങ്ങളിൽ നിങ്ങൾ പ്രസംഗിക്കും. നിങ്ങൾ എവിടെ പ്രസംഗിക്കുമോ ഞാൻ വന്ന് അവിടെ അത്ഭുതങ്ങൾ ചെയ്ത് ഞാൻ ജീവനോടെ ഉണ്ടെന്ന് തെളിയിക്കും. അങ്ങനെ അവർ ആത്മശക്തി പ്രാപിച്ചപ്പോൾ യെരുശലേമിൽ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ഒരു മുടന്തനെ അവർ തൊട്ട് സൗഖ്യമാക്കി. നമ്മളിങ്ങനെ വായിക്കുന്ന മുടന്തൻ അവരുടെ കൂടെ നിന്ന് ഡാൻസ് ചെയ്തെന്ന്. ആമേൻ. ആ മുടന്തനെ വർഷങ്ങളായി അവർ കണ്ടിട്ടുള്ളതാ. ആ ദേവാലയത്തിൽ വരുന്നവരോട് പിച്ചതുണ്ടെന്നത്. അവൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്ത് ബാധിച്ചവന്. അവൻ തുള്ളിച്ചാടുന്നത് കണ്ടപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും അവർ പൂജിക്കുന്നത് പോലെ വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളല്ല ഇത് ചെയ്തത്. ഈ നൃത്തം ചെയ്യുന്ന വ്യക്തിയിൽ ഈ ആരോഗ്യം വരാൻ കാരണം ഞങ്ങളല്ല. നിങ്ങൾ കുരിശിച്ചു കൊന്ന യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലുണ്ട്. അവന്റെ നാമം ഈ വ്യക്തി വിളിച്ചപ്പോൾ അവന്റെ നാമത്തിലായി സൗഖ്യം നടന്ന് ഇന്ന് ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, യേശു ജീവിക്കുന്നു.